നല്ല നല്ല കല്യാണക്കത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ടിട്ട് എന്താ പറയുക, നമ്മൾ പ്രിൻ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ടായതായിരുന്നു. ആടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ക്യാൻവയിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അത് പ്രിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പ്രിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ പ്രിൻ്റ് ഇട്ടിട്ടാകുമ്പോൾ വളരെ സന്തോഷമായി. എന്തായാലും നമ്മൾ ആക്കിയത് വെഗഡായിട്ടാലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഓക്കെ പ്രിൻ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടെ എത്തുമ്പോഴത്തേനും പാച്ചുവിന് ആ ഫ്രെയിം അത്യാവശ്യമാണ് കൊടുക്കാൻ വേണമെന്ന് വെച്ചിട്ട് അത് വേഗം കട്ട് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ടേക്ക് ഫോട്ടോസ് വെച്ചിട്ട് കൊടുക്കാനുണ്ടായത്. അങ്ങനെ ഞാനത് അവൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സ്റ്റെപ്പും വരുന്നിട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പും വരുന്നിട്ട് എല്ലാം സെറ്റാക്കി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫോട്ടോ ഒക്കെ വന്നത്. അങ്ങനെ നേരെ അവിടുന്ന് 10-20 പീടികയിലേക്ക് പോകാനുണ്ടായത്. 10-20 പീടികയിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ വാച്ച് വാങ്ങിച്ചു. കാരണം എൻ്റെ ഒരു വാച്ച് ഫുൾ കളർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു വാച്ച് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഒരു ഷോപ്പിലോട്ട് കയറി വെള്ളം വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ വെള്ളം വാങ്ങിച്ചിട്ട് അവരോട് ബായും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ബസ് കയറാനുണ്ടായത്. ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വരാനുണ്ടായത്. സത്യം പറഞ്ഞാൽ ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് കഴിയില്ല. കാരണം കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പെത്തി അറിയാനും വഴിയില്ല. അതുകൊണ്ട് ഉറങ്ങാണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ചാലിങ്കാലെത്തി നേരെ വീട്ടിലേക്ക് നടന്നിട്ട് പോകാനുണ്ടായത്. അങ്ങനെ നടന്നിട്ട് പോയി. അപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ ആ ഫ്രെയിം ഞാൻ സെറ്റാക്കിയിട്ട് കൊടുക്കാനുണ്ടായത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.